നമ്മൾ എന്ത് ചെയ്യാൻ വന്നേ എൻ്റെ അമ്മേൻ്റെ വീട്ടിൽ കുറച്ച് കൃഷികൾ പരിചയപ്പെടാം. ലെറ്റ്സ് ഗോ ഗായ്സ്. ഇക്കാണുന്നതാണ് കുരുമുളക്. നിങ്ങളുടെ വീട്ടിലധികം ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇവിടെ കുറച്ച് പച്ചമുളകിൻ്റെ കായുണ്ട്. പിന്നെ ഈ കയപ്പയില്ല നമ്മളെ, അത് കയപ്പ വെച്ചാൽ നമുക്കത് ഉപ്പേരിയാക്കാം, അല്ലെങ്കിൽ വറക്കുക, ഉണക്കിയിട്ട് കറി വെക്കുക, ഇതെല്ലാം ചെയ്യാം. പിന്നെ ഇളവും കുമ്പളെന്ന് വെച്ച ഒരു സാധനമുണ്ട്, ഇതാണത്. എന്നാൽ നമുക്ക് അടുത്ത മേലെ കണ്ടത്തേക്ക് പോവാം. ഇതാണ് ഗായ്സ് നൊട്ടിച്ചേമ്പ് കൃഷി. ഇത് ഈ അടുത്ത ദിവസം കുഴിച്ചിട്ടതാണ്, നട്ടതാണ്. അതുകൊണ്ടാണ് ഈ ചേമ്പൊന്നും അധികമായിട്ട് കാണാത്തത്. ഈ കണ്ടത്തിലും താഴത്തെ കണ്ടത്തിലുമായിട്ട് കുറേ കൃഷികളുണ്ട്. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് കുരുമുളകിൻ്റെ കച്ചവടമുണ്ട്, കുരുമുളക് കൃഷിയുണ്ട്. ഇത് കാണുന്ന എല്ലാം കുരുമുളക് വള്ളിയാണ് ഗൈസ്. പിന്നെ മേലെ കണ്ടത്തിൽ കുറച്ച് ചേമ്പുകൾ ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു, അതാണ് ഈ കാണുന്നത്. ഇവയെല്ലാം കുറച്ച് വലുതായിരിക്കും. ഈ കാണുന്ന മഞ്ഞൾ കൃഷി, നിങ്ങൾക്കെല്ലാം അറിയുന്ന ഈ മഞ്ഞൾപ്പൊടിയില്ലേ, മഞ്ഞൾ കൃഷിയാണ് ഈ രണ്ട് കാണുന്നത്. അടുത്ത നമുക്ക് താഴെക്കണ്ടത്തിലേക്ക് പോവാം. ഗായ്സ്, ഇക്കാണുന്നതാണ് ഞാൻ താഴെക്കണ്ടത്തിലെ കപ്പ കൃഷി. എൻ്റെ അമ്മേൻ്റെ അമ്മ കുഴിച്ചിട്ട കപ്പ കൃഷി ഇതാണ് ഗൈസ്. ഇത് തൊട്ട് മേലെയുള്ള കണ്ടമാണ് ഗൈസ്. ഇതിൻ്റെ താഴെയും കുറച്ച് കണ്ടമുണ്ട്, നമുക്കത് കാണാം. ഇവിടെയും കുറച്ച് കപ്പ കൃഷിയുണ്ട്, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് ഗൈസ്, ഇവിടെയും കുറച്ച് കപ്പ കൃഷികളുണ്ട്. ഈ കാണുന്ന ചേമ്പാണ് ഗൈസ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ കുറേ കുരുമുളക് കൃഷികളെല്ലാം ഉണ്ട്. നമുക്ക് അടുത്ത കണ്ടത്തിലേക്ക് പോവാം. എൻ്റെ അച്ചാച്ചനും അമ്മയും കൂടി നട്ട കുറച്ച് വാഴകളാണിവ. ആകെ ഒരാഴ്ച പ്രായമുള്ള വാഴയാണ് ഇവയെല്ലാം, നേന്ത്രവാഴയാണ്. ഇവിടെ ഒരു മധുരപ്പുളിയുണ്ട്. നിങ്ങൾ പുളിന്ന് കേട്ടിട്ടില്ലുണ്ടാവും. ഇതിൻ്റെ കായിന് മധുരം ഉണ്ടാവും. ഇതാണ് മധുരപ്പുളി. ഞങ്ങളെ മേലെ സ്ഥലത്ത് കുറേ പ്ലാവും തെങ്ങും എല്ലാം ഉണ്ട്. അതിൽ ഞാൻ വേറെ വീഡിയോ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.